പോകണം. അപ്പൊ അങ്ങനെ തന്നെ. സോ തിരക്കൊന്ന് മാറ്റി കാണാം. അല്ല, അപ്പൊ അത് ഞാൻ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ ഒരു സിനിമ പോലെ ഇത് ഇതിന്റെ മെയിൻ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ഓപ്പൺ സ്പേസിൽ സ്റ്റാൻഡപ്പ് ചെയ്താൽ എഫക്റ്റീവ് കുറവായിരിക്കും. നമുക്ക് കുറെ ഇപ്പോൾ ലുല്ലു ഒക്കെ വിളിച്ചിട്ടുണ്ട് ക്വാഡ്രാങ്കിൾ ചെയ്യാൻ. അതൊക്കെ ഭയങ്കര ഡേഞ്ചർ സീനാണ്. എന്താ വെച്ചാൽ അത് നാണം കെടലായിരിക്കും. എന്താ വെച്ചാൽ ഈ ക്വാഡ്രാങ്കിളിൽ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ സൗണ്ട് ഇരിക്കത്തില്ല, ഒരു സ്ഥലത്ത് ഫുൾ സ്പ്രെഡ് ആയിരിക്കും, നാട്ടുകാരൊക്കെ നടന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും പോവുക. അപ്പോൾ ഇവരോട് നമുക്ക് ഇയാള് മറ്റേ ഡ്രസ്സ് മേടിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. ഇയാൾ അവിടെ ഇരുന്ന് കേൾക്കണം എൻ്റെ തമാശ, എന്നാലേ ഇയാൾക്ക് ആ ഫണ്ണി ആയിട്ട് തോന്നത്തുള്ളൂ. ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ പാടില്ല. അതെ, ഇത് നടന്ന്. അപ്പോൾ റെഗുലർലി ബെസ്റ്റ് സിനാരിയോ ക്ലോസ്ഡ് റൂം, ഒരു തിയേറ്റർ എന്ന് വെച്ചാൽ ഓഡിയൻസ് ഡാർക്കിലാണ്, സ്റ്റേജ് ലിറ്റപ്പ് ആണ്, സ്പോട്ട് ലൈറ്റ് ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റിന്. അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് അപ്പൊ ഓഡിയൻസ് എന്തിനാണ് ഡാർക്കില് എന്ന് വെച്ചാൽ ഓഡിയൻസിന് ചിരിക്കാൻ ഒരു കണ്ടീഷനും ഉണ്ടാവരുത്, മീൻസ് പ്രോബ്ലം ഉണ്ടാവരുത്. ഡാർക്ക്, അവർക്ക് ആര് ചിരിച്ചു എന്ന് നമുക്കറിയില്ല, സുഖമായിട്ട് അവർക്ക് ചിരിക്കാം, ഒരു കുഴപ്പമില്ല. നമുക്കങ്ങനെ ലൈറ്റ് ഇട്ട് വിട്ടാൽ ജനറലി ഓഡിയൻസ് കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ അവർ ചിരിക്കത്തില്ല കൂടുതൽ. അപ്പോൾ ഇവിടെ മേജർലി നമ്മൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് പറയുന്നത് കേരള ഓഡിയൻസ് ഇസ് ലിറ്റിൽ ടഫ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് നമുക്കങ്ങനെ തോന്നാറില്ല. അത് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ മലയാളികൾ ജനറലി ഭയങ്കര ഫണ്ണിയാണ്. അപ്പോൾ അവരെ ചിരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. നിങ്ങൾ ഈ നോർമൽ ജോക്സ് കൊണ്ടുവന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചിരിച്ചു എന്ന് വരില്ല. എന്താ വെച്ചാൽ ഒരു 2 പേഗ് അടിച്ചാൽ ഇതെൻ്റെ അങ്കിളും പറയും. മലയാളീസ് ജനറലി ഒരു 4-5 മലയാളീസ് ഒരിടത്ത് കൂടിയാൽ ഇറ്റ്സ് ഓൾവേസ് ഫണ്ണി. നമ്മൾ എന്തെങ്കിലും ഫൺ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഇങ്ങോട്ടും അങ്ങോട്ടും കളിയാക്കും. അപ്പോൾ നമ്മുടെ ആ ജോക്കിന്റെ സ്റ്റാൻഡേർഡ് കുറച്ച് മേളിലാണ്. അത് എഴുതി ഫലിപ്പിക്കാൻ കുറച്ച് കഷ്ടമുള്ള സ്ഥലം. അപ്പോൾ നമുക്ക് ഇതൊരു ബൂണാണെന്ന് വെച്ചാൽ നമ്മളിത് എഴുതി ഫലിപ്പിക്കുന്ന ഇവിടെയാണ്, ഇൻ ദ ഹാർഡസ്റ്റ് ഗ്രൗണ്ട്. പിന്നെ ഇത് വെളിയിൽ പോയി പറയുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. ഇത് ഇവിടുത്തെ ആൾക്കാർ ചിരിച്ചു കഴിയുമ്പോൾ വി ആർ ഹാപ്പി. ലൈഫ് ഹാപ്പി അല്ലേ? ലൈഫ് ഈ ഒരു തോന്നുന്നു എനിക്ക് തോന്നുന്നു. അല്ല, സ്വയം ഇത് നമുക്ക് ഏതൊരു ജോലിനേക്കാളും ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും ഒരു പ്രൗഡ് ഫീല്, ഒരു സന്തോഷം, സെൽഫ് റെസ്പെക്ട് ഞാൻ അതൊന്നും ആലോചിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഹാപ്പി. നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അതിൽ പ്രോഗ്രസ് ഇല്ലെങ്കിൽ യു വിൽ സ്റ്റിൽ ബി സാഡ്. അത് നമ്മൾ എല്ലാ ദിവസവും ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ണൻ ഗിൽ എന്ന് പറഞ്ഞ ഒരാളും പറഞ്ഞിട്ടുണ്ട് പോഡ്കാസ്റ്റ്, പുള്ളി ഒരു സ്റ്റാൻഡപ്പ് വേണ്ടി. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ബോസും നമ്മളാണ്, എംപ്ലോയിയും നമ്മളാണ്. അപ്പോൾ നമ്മൾ പണിയെടുത്തില്ലെങ്കിൽ, നമുക്ക് ഇതിന്റെ പ്രോഗ്രസ് കണ്ടില്ലെങ്കിൽ വി വിൽ സ്റ്റാർട്ട് ഗോയിങ് ഡൗൺ അഗെയിൻ. നമുക്ക് ബോറടിക്കും. പ്രോഫിറ്റ് മാത്രമല്ല, ഫിനാൻഷ്യലി മാത്രമല്ല, നമുക്കൊരു മൂഡ് ഉണ്ടാകത്തില്ല. നമുക്ക് തോന്നുന്നു ഞാനിത് ചെയ്യേണ്ട ആളാണോ എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവും. ഇതൊരു ആർട്ട് ഫീൽഡിൽ ജനറലി എല്ലാവർക്കും ഇങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റീവ് ഫീൽഡിലുള്ളതാ എല്ലാവർക്കും, ഇത് ഞാൻ ചെയ്യേണ്ട ആളാണ് എല്ലാവർക്കും ഫീൽ ആവും. ഇത് ഞാൻ ചെയ്യേണ്ട. ഇപ്പോൾ ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ സിഇഒനും ഇതൊക്കെ തന്നെയായിരിക്കും ഫീൽ ആവുന്നത്. എന്നുവെച്ചാൽ പുള്ളി ക്രിയേറ്റീവാ, അതുകൊണ്ടാണ് പുള്ളി സിഇഒ ആയിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഓടിക്കുന്ന അത്ര ഈസി കാര്യമൊന്നും അല്ല. ഇത്ര ആൾക്കാരെ മേയിച്ചുകൊണ്ട് കൊണ്ടുപോകണമല്ലോ. ദാറ്റ് ടു എവറി വൺ ഇസ് നോട്ട് ഹാപ്പി അറ്റ് ദ കമ്പനി. അതൊക്കെ കമ്പനിയുടെ അത് അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളൊരു കമ്പനിയിൽ ഹാപ്പി ആണെങ്കിൽ ആ കമ്പനി എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. ബിക്കോസ് വൈ ലൈക്ക് ദാറ്റ്? ബിക്കോസ് ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ്. സോ അതാണ് മെയിൻ. അപ്പൊ ഇനിയും ഇത് കുറെ ആൾക്കാരുടെ അടുത്ത് എത്തേണ്ടതില്ലേ ഈ സ്റ്റാൻഡപ്പ് കോമഡിന്റെ പ്രാധാന്യം? അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് ഇപ്പോൾ? സോ ഇപ്പം നമ്മുടെ മെയിൻ നമ്മൾ ആദ്യം 21 ഇത് ഒരു ടീം ഫോം ചെയ്തപ്പോൾ, അപ്പോൾ ഞാൻ പറയാം, 21 ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ പ്ലാൻ ബോംബെ പോകാനായിരുന്നു. ബോംബെ പോയിട്ട്, ബിക്കോസ് ദാറ്റ്സ് ദ ഹബ് ഫോർ സ്റ്റാൻഡപ്പ് കോമഡി. അവിടെ പോയിട്ട് നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യുന്നു. അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടെ നിങ്ങൾ ഓപ്പൺ മൈക്കിൽ നന്നായിട്ട് ചെയ്യുന്നുവെങ്കിൽ ദ പ്രൊഡ്യൂസർ വിൽ പിക്ക് യു അപ്പ്. അവിടെ ഓൾറെഡി സ്ട്രക്ചർ ആയി കഴിഞ്ഞു. നിങ്ങൾ ഓപ്പൺ മൈക്കിൽ നന്നായിട്ട് ചെയ്താൽ പ്രൊഡ്യൂസർ നിങ്ങളെ എടുത്തിട്ട് ഷോ ചെയ്യിപ്പിക്കും. ഷോയിൽ നന്നായിട്ട് ചെയ്താൽ വലിയ ഷോ ചെയ്യിപ്പിക്കും. വലിയ ഷോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ വീഡിയോസ് എടുത്ത് അയാൾ ഇട്ട്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഓൾറെഡി അവിടെ ടീമുണ്ട്. ഇവര് ഷോ വിൽക്കും, ഇവര് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും, നിങ്ങളൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ബ്രാൻഡ് ഡീൽസ് കൊണ്ടുവരും. സോ ഇറ്റ്സ് എ സ്ട്രീം ലൈൻഡ് ഒരു ജോലി പോലെ. പിന്നെ അതിന് പ്രശ്നങ്ങളുണ്ട്. ഓഫ് കോഴ്സ്
അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും ആരുടെങ്കിലൊക്കെ കാല് പിടിച്ചാൽ കാര്യം നടക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഈവൻ ഇഫ് യു ആർ ഗുഡ് there will be favoritism. That's how human nature is. അപ്പോൾ ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയിട്ട് നമുക്ക് മേളിൽ കുറെ ആൾക്കാരുണ്ടാവും അവിടെ, എപ്പോഴും ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്താലും ഉണ്ടാവും. അത് നമ്മൾ ഒന്ന് നാവിഗേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ചെയ്യാൻ ഞാൻ സൗറപ്പൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡപ്പ് കമഡിയൻ ഉണ്ട്, പുള്ളി ബോംബെയിലായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ ഓൾറെഡി നിൽക്കാൻ സ്ഥലമില്ല, നീ യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇഫ് യു ആർ എനിവേ സ്റ്റാർട്ടിങ് ഫ്രം സീറോ, വൈ ഡോണ്ട് യു ഗോ ടു കേരള ആൻഡ് സ്റ്റാർട്ട്, ബിക്കോസ് കേരള ഡസൻറ്റ് ഹാവ് എ സ്റ്റാൻഡപ്പ് കോമഡി സീൻ. അവിടെ ഉണ്ട്, ഞാൻ അറിയുന്ന 2-3 പേര് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എഫക്റ്റീവ്. ഇറ്റ്സ് നോട്ട് മേക്കിംഗ് ദ ആകെ ബ്രോനെ മാത്രമേ അറിയൂ. അത് എനിക്കൊന്നും ഞാൻ പറ്റില്ല. അല്ല, അത് ദാറ്റ്സ് ദ തിങ്, അത് ആൾക്കാർ അറിഞ്ഞു വരണം, അത് മാർക്കറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് ഞാൻ മാത്രമാണ് കേരളയിലെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണെങ്കിലും അത് മോശമാണ്. അത് എനിക്കും മോശമാണ്. എന്താ വെച്ചാൽ ബ്രോനെ ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ട് ബാക്കിയുള്ള കയറി വരണ്ടേ? അല്ല, കയറി വരുന്നുണ്ട്, അവര് ചെയ്യുന്നുണ്ട്. സോ തിങ് ഇസ്, ഇപ്പൊ ഞാൻ മാത്രമാണ് കേരളയിലെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണെങ്കിൽ എനിക്ക് എനിക്ക് ബാഡ് എന്ന് വെച്ചാൽ പീപ്പിൾ വിൽ ഗെറ്റ് ടയർഡ് ഓഫ് മീ ഈസിലി. എന്നെ കണ്ട് മടുത്തും, ആൾക്കാർ മടുത്തു പോകും. അപ്പൊ ആൾക്കാർക്ക് വേറൊരു വെറൈറ്റി കിട്ടിയാലേ എന്നാ കുറച്ച് ഇവനെ കാണാം. അതെ, അപ്പൊ നമ്മള് ആക്റ്റീവ്ലി നമ്മുടെ ക്ലബില് ബിഗിനേഴ്സിനെ ട്രെയിൻ ചെയ്യും. നമുക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല, ഇവൻ എഴുതിയിട്ട് എന്നെക്കാളും മേളിൽ അവന് പോകാൻ ഒരിടത്തും അങ്ങനെ നമ്മള് അങ്ങനെ പേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നാ ഇനി ഇവൻ തമാശ എന്നെക്കാളും വലിയ, എടാ തമാശ അല്ലേ, അത് പറഞ്ഞാൽ അവൻ അടിച്ചാൽ അടുത്ത് നീ അടിക്കണം, അത്രേ ഉള്ളൂ. വേറെ അതിൽ നമുക്ക് ഇതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ മെയിൻ റിസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് 20 years ചെയ്ത് കഴിഞ്ഞാലും 21st year നമ്മുടെ തമാശ വർക്ക് ചെയ്യാതിരിക്കാം. അതാണ് ഇതിന്റെ മെയിൻ സാധനം. സെയിം തിങ് വിത്ത് മൂവീസ് ആൻഡ് ക്രിയേറ്റീവ് ഫീൽഡിന്റെ മെയിൻ പ്രശ്നം ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അത് പേടിച്ചിട്ട് നമ്മൾ ചീറ്റി പോയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ? ഇത് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ട് ചീറ്റി പോവുക, പൊട്ടിത്തെറിക്കുക, മീൻസ് അങ്ങനെ നമ്മുടെ സ്വന്തം ഷോസിലൊക്കെ അങ്ങനെ ആകാൻ ഭയങ്കര റെയറാ. എന്ന് വെച്ചാൽ നമ്മളിത് ഓപ്പൺ മൈക്കിലും ഇതൊക്കെ പെർഫെക്റ്റ് ചെയ്തിട്ടാണല്ലോ പറയുന്നത്. പിന്നെ ചീറ്റി പോവാറുണ്ട്. ചീറ്റി പോകുന്നത് നമ്മുടെ പ്രശ്നമല്ല ആക്ച്വലി, അവർക്കത് ഐഡിയ കൺവേ ആകാത്തത് കൊണ്ട്. അല്ലല്ല, അങ്ങനല്ല. ഇത് നമ്മൾ പ്രൈവറ്റ് ഷോസിന് പോകും. പ്രൈവറ്റ് ഷോസ് എന്ന് വെച്ചാൽ ഒരു കൊമീഡിയനും ചെയ്യുന്ന ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാൽ, ഇത് ഒന്നെങ്കിൽ ആരുടെങ്കിലും ബർത്ത്ഡേ പാർട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും സംഗീത് ഫംഗ്ഷൻ അങ്ങനത്തെ, അല്ലെങ്കിൽ ഏതെങ്കിലും സെയിൽസ് മീറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിൽ പോകുമ്പോ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, ഇവർക്ക് ഈ സ്റ്റാൻഡപ്പ് ഇവര് ചുമ്മാ വെള്ളമടി, ഇവിടെ വെള്ളമടി, ഫുഡ് അടി, അങ്ങനെയൊക്കെ. അപ്പൊ അവിടെയൊക്കെ വർക്ക് ആയാലും വി ഡോണ്ട് കെയർ. നമ്മള് അങ്ങനത്തെ കാശാണ് ചോദിക്കുന്നത് നമുക്ക്. അപ്പൊ നമ്മള് കുറച്ച് കൂടുതൽ കാശാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും വേണ്ടെന്നുള്ള ആൾക്കാർ മാത്രം നമ്മളെ വിളിച്ചാൽ മതി. കാശ് കൂടുതലാകുമ്പോൾ വേണ്ടാത്തവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അതെ, ഒഴിഞ്ഞു മാറുകയും ചെയ്യും. വേണ്ടവർ അതിന്റെ ആയിട്ട് നമ്മൾ പറയും, നമ്മൾ ഇങ്ങനെ ആൽക്കഹോൾ കൊടുക്കരുത്, നമ്മുടെ പരിപാടി കഴിഞ്ഞ ആൽക്കഹോൾ കൊടുത്താൽ മതി, പിള്ളേർ ഓടി നടക്കാതെ നോക്കണം, ഇങ്ങനെയൊക്കെ കുറച്ച് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മളത് പ്യുവർലി കാശിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്കത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു പരിപാടിയാണ്. ഫ്യൂച്ചറിലേക്ക് എന്താ കാണുന്നത്? ഫ്യൂച്ചറിലേക്ക് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരള ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ടൂറബിൾ സ്റ്റേറ്റ്സ്. ടൂറുന്നുണ്ട്. ഐ എം ഗോയിങ് ഓൺ മൈ ടൂർ എന്ന് പറയുമ്പോൾ ഞാൻ ഓരോ സിറ്റിയിൽ പോയി എൻ്റെ ഷോ ഇട്ട് സ്റ്റാൻഡപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ബാക്കി സ്റ്റേറ്റ്സ് നോക്കുമ്പോൾ കൂടുതൽ ടൂറബിൾ സിറ്റീസ് ഉള്ള ഒരു സ്റ്റേറ്റ് കേരളം. ഇറ്റ്സ് എ സ്റ്റേറ്റ് ബിക്കോസ് നമുക്കിവിടെ, ഞാനിപ്പോൾ ജൂണിൽ എൻ്റെ ടൂറിൽ ഞാൻ ട്രിവാൻഡ്രം പോകുന്നുണ്ട്, ഞാൻ കണ്ണൂർ പോകുന്നുണ്ട്, ഞാൻ കോഴിക്കോട് പോകുന്നുണ്ട്, കൊച്ചിയിൽ. ഇത് 4. ട്രിവാൻഡ്രത്ത് റീഡിംഗ് റൂം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇത് റീഡിംഗ് റൂം, അത് നമ്മുടെ ലുലുവിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ അവിടെ ഉണ്ട്. കോഴിക്കോടിലും കണ്ണൂരിലും നമ്മളിപ്പോൾ വെന്യൂ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ 4 അല്ലാതെ നമ്മൾ ഓൾറെഡി തൃശ്ശൂരിൽ സംസാരിക്കുന്നുണ്ട്, ചാലക്കുടിയിൽ സംസാരിക്കുന്നുണ്ട്, ആലപ്പുഴ. തൃശ്ശൂരിൽ നമ്മൾ നേരത്തെ ഒരു കോവർക്കിംഗ് സ്പേസിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പൊ ഒരു കഫേ നമുക്ക് അത് കഫേ ഫൈനലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു 3-4 കഫേസ് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇവിടൊക്കെ നോക്കുന്നുണ്ട്. കോട്ടയം നമുക്ക് ഓൾറെഡി, അപ്പോൾ ഇങ്ങനെ ഓൾറെഡി 7 cities
നമ്മൾ ചെയ്യാൻ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ആൻഡ് ഇറ്റ് ഈസ് നമുക്കറിയാം അതിൻ്റെ റെസ്പോൺസ് അവിടെ കിട്ടും നമുക്കറിയാം. ഇങ്ങനെ നമുക്ക് വേറൊരു സ്റ്റേറ്റിൽ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കർണാടക പോവുകയാണെങ്കിൽ അവിടെ ആകെ 3 പറയാം, 3 ഇല്ല, ബാംഗ്ലൂർ, മൈസൂർ, മംഗലാപുരം മൊത്തം നടക്കില്ല. മംഗലാപുരം വേണമെങ്കിൽ നമ്മൾ പോയാൽ ചിലപ്പോൾ അവിടെ ടിക്കറ്റ് വിൽക്കും, മലയാളികൾ ഉള്ളതുകൊണ്ട്, ബോർഡറിലാണ്. അപ്പോൾ മംഗലാപുരത്ത് വരുന്നതുകൊണ്ട് വലിയ ആർട്ടിസ്റ്റ് വരും. ചെറിയ ആർട്ടിസ്റ്റിന് വരാൻ നമ്മൾ ടൂറബിൾ എന്ന് പറയുമ്പോൾ ചെറിയ ആർട്ടിസ്റ്റ് ആണ് മീൻ ചെയ്യുന്നത്. വലിയ ആർട്ടിസ്റ്റ് എവിടെ പോയാലും ടിക്കറ്റ് വിൽക്കും. പക്ഷെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് ആർട്ടിസ്റ്റ് ടു ബിഗ് ആർട്ടിസ്റ്റ്, ആ ഗ്യാപ്പ് കവർ ചെയ്യണമെങ്കിൽ കുറച്ച് ആ ഗ്യാപ്പ് ആണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ സക്സസ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ മോഹൻലാലിന് കാശുണ്ടാക്കാൻ പറ്റും, പക്ഷെ ചെറിയൊരു ആർട്ടിസ്റ്റ്, പുതിയതായിട്ട് വന്ന ഒരു ആർട്ടിസ്റ്റ്, ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ലൈക്ക് ഫോർ റിയ ഷിബു ഇപ്പൊ വന്നു, റിയ ഷിബുവിനും കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ആ ഗ്യാപ്പിലാണ് നമ്മൾ ഇൻഡസ്ട്രി ഗേജ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ഇതിൽ ഫേമസ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഓൾറെഡി കാശുണ്ടാക്കുന്നുണ്ട്. അതിൽ ആക്റ്റീവായിട്ട് വരുന്ന ചെറിയ കൊമേഡിയൻസ്, ഒരു 50 സീറ്റർ അല്ലെങ്കിൽ 100 സീറ്റർ വിൽക്കുന്ന കൊമേഡിയൻസിനും ആക്റ്റീവായിട്ട് വിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ കേരളയിൽ നമുക്കത് സാധ്യമാക്കാൻ പറ്റും. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 cities ടൂർ നമുക്ക് കേരളയിൽ തന്നെ സെറ്റാക്കാൻ പറ്റും ഫോർ ആർട്ടിസ്റ്റ്. അപ്പം അതാണ് നമ്മുടെ എയിം. ഒരു അടുത്ത എയിം അതാണ്. എന്താണ് ടൂർ ഫസ്റ്റ് Jan 7th ഇവിടെ കൊച്ചിന്നാണ് തുടങ്ങുന്നത്. അല്ല ജാനല്ല, സോറി, ജൂൺ 7th നെക്സ്റ്റ് വീക്കാണ്, June 7th. പിന്നെ അതിന്റെ നെക്സ്റ്റ് വീക്ക് ഞാൻ ബാംഗ്ലൂർ പോകും. അത് കഴിഞ്ഞ് വരുമ്പോൾ കോഴിക്കോട്, കണ്ണൂർ, ട്രിവാൻഡ്രം, ഫുൾ സിറ്റി, ഷുവർ ഞാൻ പറയാം. ട്രിവാൻഡ്രം ഓൾറെഡി കഴിഞ്ഞു, തൃശ്ശൂർ, വാട്ട് എവർ. സോ വി ആർ, നമുക്ക് ഈ എല്ലാം ഇപ്പൊ കൊല്ലത്തു നിന്നൊക്കെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവിടെ ഷോ ഇടണം, അവിടെ. സോ കൊല്ലത്ത് നമുക്ക് അല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. നമുക്ക് വെന്യൂ ആണ് മെയിൻ പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് ആ ഒരു റിക്വയർമെന്റ് ഉണ്ട്, ഇങ്ങനെ വേണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കണം, കുറച്ചൊരു പ്രീമിയം, ഇത് ഒരു ലെവൽ കൂടിയ ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ വരുന്ന ആൾക്കാരും കുറച്ചൊരു, അവർക്ക് ഈ സ്ഥലത്ത് വന്നു ഇത് കാണാൻ അത്ര സുഖമില്ലാന്ന് തോന്നിയാൽ പോലും ആംബിയൻസ് ഇല്ലെങ്കിൽ അവർക്ക് ആ വൈബ് ഡൗൺ ആവും. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറയുന്ന നെക്സ്റ്റ് 5 years ഒരു നമുക്കിപ്പോ കേരളാസ് ഒൺലി സ്റ്റാൻഡപ്പ് കോമഡി ക്ലബ്ബാണ് നമ്മുടെ ഉള്ളത്. അത് നമുക്ക് വലിയ പ്രൗഡായ കാര്യമൊന്നുമില്ല. ഇറ്റ്സ് എ ബാഡ് തിങ് ദാറ്റ് ഇറ്റ് ഇസ് ദ ഒൺലി ക്ലബ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു 2 വേറെ സിറ്റീസിൽ ഓപ്പൺ ആക്കണം. അത് നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല, വേറെ ആരും ഓപ്പൺ ആക്കിയാലും നമുക്ക് കുഴപ്പമില്ല. ബട്ട് ദർ ഹാസ് ടു ബി എ പ്ലാറ്റ്ഫോം ഫോർ പീപ്പിൾ. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഇത് പറയുന്ന മുമ്പേ നമ്മൾ കൊച്ചിൻ കോമഡി ഫെസ്റ്റിവൽ ഏപ്രിൽ, അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലബ്ബുണ്ട്, 3 years ആയി. അടുത്ത ഒരു അവയർനെസ് എന്ന് വെച്ചാൽ ആൾക്കാർ അറിയണമല്ലോ എന്താണ് നടക്കുന്നതെന്നുള്ളൊരു സെറ്റപ്പിന് വേണ്ടിയാണ് നമ്മൾ കൊച്ചിൻ കോമഡി ഫെസ്റ്റിവൽ നടത്തിയത്. അതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഇനി ആർട്ടിസ്റ്റ് ഒരു ഹോർഡിങ്ങിൽ വരണം, അല്ലെങ്കിൽ ഒരു മെട്രോ പില്ലറിൽ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ സോ പീപ്പിൾ, ഇത് ആൾക്കാരുടെ മെന്റൽ ഒരു സാധനം, ഇതൊരു മെന്റൽ ഗെയിമാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ മെട്രോ പില്ലറിൽ വന്നു, ഇവരെന്താ മെട്രോ പില്ലറിൽ വന്നേ, മെട്രോ പില്ലറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം, അതിനൊരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവരതെടുത്ത് ഇട്ടോളും. പക്ഷെ ഇത് ആൾക്കാർ അങ്ങനെയല്ലോ അത് കാണുന്നത്. ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ നിങ്ങളുടെ മോൻ എന്താ മെട്രോ പില്ലറിൽ വന്നു എന്നൊക്കെ, അത് നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ എങ്ങനെയാണ് അവിടെ വന്നേ. അപ്പോൾ കൊച്ചിൻ കോമഡി ഫെസ്റ്റിവൽ എന്നൊരു സാധനം ഉണ്ടാക്കി നമ്മൾ വെളിയിൽ നിന്ന്, നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഫേമസ്, കെന്നി സെബാസ്റ്റ്യൻ, അബീഷ് മാത്യു, ഇവരൊക്കെ ബോംബെയിൽ വെരി ഫേമസ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ അവരും നമ്മളും കൂടി ഒരു ഷോ ഇവിടെ ചെയ്തു. കിൻഫ്രയിലായിരുന്നു, കാക്കനാട്. അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് നമ്മൾ എടപ്പള്ളിയിലും കടന്തറയിലും നമ്മൾ മെട്രോ പില്ലറൊക്കെ ഇട്ട് ഫുൾ ആഡൊക്കെ ഓടിച്ചു. അപ്പോൾ സോ പീപ്പിൾ ആർ ലൈക്ക് ദിസ് ഇസ് ഗ്രേറ്റ്. അപ്പോൾ നമ്മളൊരു 700 സീറ്റർ ഷോ ആയിരുന്നു, 2 ഷോ ചെയ്തു അങ്ങനെ ബാക്ക് ടു ബാക്ക്. അപ്പോൾ ഇതിൽ നമ്മുടെ പിള്ളേരും നമ്മുടെ ലോക്കൽ പിള്ളേരും എല്ലാവരും ഒരുമിച്ച് പെർഫോം ചെയ്തു. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ എന്താ, കെന്നി സെബാസ്റ്റ്യൻ്റെ സെയിം സ്റ്റേജിൽ ലോക്കൽ ആർട്ടിസ്റ്റും പെർഫോം ചെയ്യുന്നു, അവർ കിൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ടു ഗുഡ്. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ടു അവയർനെസ്. ഇപ്പോൾ നമ്മുടെ കുറച്ചുകൂടി ടിക്കറ്റ് സെയിൽസ് കൂടിയിട്ടുണ്ട്. ആൾക്കാർക്ക് ആൾക്കാരിപ്പോൾ കാണുമ്പോൾ അറിയാവോ ഇവൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ കേരള ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഹബ്ബായിട്ട് എടുത്ത് മാറ്റണം. ഹബ്ബാണ് 100%. ഇത് നമുക്ക്
ആൾക്കാർ ചിരിക്കാണ്ടിരിക്കുവാണ്, നമുക്കൊന്ന് വിചാരിച്ചു അല്ല ചിരിക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാര്. നമ്മുടെ നാട്ടുകാര് സീനാണ് ബ്രോ. ഇത് നമ്മുടെ എയിം എന്താ? ഇതിപ്പോ സൗരഭൻ നമ്മളോട് പുള്ളി പറഞ്ഞു നിങ്ങള് സ്റ്റാൻഡപ്പ് കോമഡി കേരളയിൽ ഫലിപ്പിച്ച നിങ്ങളെക്കാളും വലിയ സ്റ്റാർസ് വേറെ ആരില്ല. എന്താന്ന് വെച്ചാൽ ദെൻ യു ക്യാൻ ഡു വേൾഡ് ടൂർ. മലയാളികൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ റീസെന്റ് ഞാൻ എന്റെ ടൂർ അനൗൺസ് ചെയ്തപ്പോ ഒരുത്തൻ പറയാ ഓസ്ട്രേലിയയിൽ വരുന്നുണ്ടോ. ഞാൻ പറഞ്ഞു പിന്നെന്താ ഇവനെ കാണാന്. പക്ഷെ പുള്ളി പറയാ ഓസ്ട്രേലിയയിൽ മലയാളീസ് ആർ ദേർ ബ്രോ. ഞാൻ പറയാം എനിക്കറിയാം, പക്ഷെ അവർ അറിഞ്ഞു വരണ്ടേ. എനിക്കറിയാം ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, യൂറോപ്പിലുണ്ട്, ദുബായിലുണ്ട്. അപ്പൊ നമ്മൾ ദുബായിൽ ഇപ്പൊ നോക്കുന്നുണ്ട്, ദുബായ് അബുദാബി ഷോ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പൊ US സോ വേൾഡ് വൈഡ് ഓഡിയൻസ്. നമ്മളത് ജസ്റ്റ് ക്യാപ്ചർ ചെയ്ത് നെക്സ്റ്റ് 5 to 10 years അത്രയും പോകും. 5 to 10 years എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞു വരണമല്ലോ. ദ തിങ് ഇസ് നമ്മൾ ഫോണിൽ കാണുന്നതും നമ്മൾ എണ്ണീറ്റ് ടിക്കറ്റ് മേടിച്ച് ഒരു കമ്മിറ്റ്മെന്റ് ചെയ്ത് അയാൾ പോയി കാണുന്നതും ഇറ്റ്സ് എ ബിഗ് ജേർണി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം യു ഹാവ് സോ മെനി ഓപ്ഷൻസ്. നിങ്ങൾക്ക് പോയി സിനിമ കാണാം. സിനിമയിൽ തന്നെ 100,000 ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ പോയി ഏതെങ്കിലും ബാറിൽ പോയി വെള്ളം അടിക്കാം, ഫ്രണ്ട്സിൻ്റെ വീട്ടിലിരുന്ന് വെള്ളം അടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ വേറൊരു ഓപ്ഷനാണ് എന്നാൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കാണാം. അപ്പോൾ അത്രയും ഇൻഫ്ലുവൻസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ആൾക്കാർ അറിഞ്ഞ് അത്രയും ആഗ്രഹിച്ചു എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ഒരു ഫേസായി മാറണമെങ്കിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറൊരു 10 പേരുണ്ട് ഇവിടെ ചെയ്യുന്ന. എല്ലാം യങ്സ്റ്റേഴ്സാണ്, 23-24 ഇയേഴ്സ് ഉള്ള. അവരിപ്പോൾ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. അവരെല്ലാം ഇപ്പോൾ ഫ്ലവേഴ്സ് TV വർക്ക് ചെയ്യുന്ന ചെക്കനൊക്കെ ഉണ്ട്. പുള്ളി എഡിറ്റർ എന്തോ അവിടെ. അപ്പോൾ പുള്ളി വന്ന് അതും ചെയ്യും, പാർട്ട് ടൈമിൽ ഇവിടെ വന്ന് ഇതും ചെയ്യും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി നെക്സ്റ്റ് 5 yearsൽ ഒരു ബേസ്, 10 years സെറ്റ്. നമ്മൾ ബോംബെ കാണുന്ന പോലെ ഹബ് ആയി മാറണം. അത് എൻ്റെ പണി മാത്രമല്ല, അത് കേരള ഓഡിയൻസിൻ്റെ കൂടെ ജോലിയാണ്. എന്താ വെച്ചാൽ അത്രയും എൻ്റർടൈനിങ് ആക്കണമെങ്കിൽ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക് ആയിരുന്നു നമ്മളിന്ന് കവർ ചെയ്തുകൊണ്ടിരുന്നത്. വളരെയധികം എൻ്റർടൈനിങ് ആയിരുന്നു എനിക്കിത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഒരു 5 year കൊണ്ട് അത്രയും വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ.